അവർ പരസ്പരം സംസാരിക്കുന്ന കൊറിയനില്ല, നമുക്കൊന്നും മനസ്സിലാവില്ല. ഞാനിപ്പോ ഇടയ്ക്ക് ഇരുന്നിട്ട് ഇവര് ചിരിക്കുമ്പോ ഞാൻ ഒക്കെ പഠിച്ചത്, ഇതൊക്കെ അവരാണ് പഠിപ്പിച്ചത്. ഇങ്ങനെയൊക്കെയുണ്ട്. അതെ, ഇങ്ങനത്തെ സംഭവം ഞാൻ തന്നെ സ്വന്തമായിട്ട് വിളിക്കുന്നത് സ്നേഹാസ് ട്രാഫിക് എന്നാണ്. ബട്ടർഫ്ലൈസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഡയറക്ടർ പറഞ്ഞു ഇനി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നെയും ഡയറക്ടറിനെ എന്റെ ഫാമിലി ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് പൂട്ടി മറ്റേ വടിവാളൊക്കെ ഇട്ടിട്ട് പുറത്തൊക്കെ നിൽക്കുന്ന സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക് ടു മൂവീസ്. നമ്മൾ ചക്കപ്പഴത്തിനെ കുറിച്ച് സംസാരിച്ചു. മൂവീസിലോട്ട് വരുന്ന സമയത്ത് എല്ലാവരുടെയും ഒരു പുതുമുഖമായിട്ട് ചക്കപ്പഴത്തിൽ വന്നു എന്നാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത്. Which was your first on screen experience? എന്തായിരുന്നു ഫസ്റ്റ്? It was Manasaputri when I was in second standard. Exactly. Manasaputri എന്ന് പറയുന്ന സീരിയൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സീരിയൽ ആയിരുന്നു. അതിലൊരു ക്യാരക്ടർ ആയിരുന്നു ഒരു കുഞ്ഞുകുട്ടി അല്ലെ? അതെ, അതാണ് ഏറ്റവും തമാശ. എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത്? അമ്മന്റെയും അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫീൽഡ്, ആക്ടിങ്, സിനിമ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ എന്റെ ഒരു വല്യച്ഛൻ ഉണ്ടായിരുന്നു. വല്യച്ഛൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ചെറിയൊരു സിറ്റ്കോം പോലെ ഇവിടെ ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉണ്ണിക്കുട്ടന്റെ ചേച്ചിയായിട്ട് ആക്ച്വലി ഇത് കാണാൻ പോയി. അപ്പൊ ചേച്ചിയായിട്ട് അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യിപ്പിക്കാം എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ പിന്നെ രണ്ടാമതൊന്നും ചിന്തിച്ചൊന്നുമില്ല, ചെയ്തോട്ടെന്ന് പറഞ്ഞു. അച്ഛൻ ഭയങ്കര ഇഷ്ടമാണിത്. അപ്പൊ അങ്ങനെ ചെയ്തു. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അഗസ്റ്റിൻ അങ്കിളാണ് സൂര്യ ടിവിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആൺകുട്ടിയായിരുന്നു വേണ്ടത്. അപ്പൊ ഈ ഉണ്ണിക്കുട്ടനായിട്ട് അഭിനയിക്കാൻ വന്ന കുട്ടി കരച്ചിലായി, ചുമ്മാ വഴക്ക് പറയുമ്പോ കരയായി. അപ്പൊ എന്റെ അമ്മ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പൊ അമ്മ പെട്ടെന്ന് അവിടെ വെച്ച് എന്നെ മുടിയൊക്കെ വെട്ടി ഉണ്ണിക്കുട്ടനാക്കി എന്നെ കയറ്റി. അപ്പൊ അത് കാരണം അതിനകത്ത് ആൺകുട്ടിയായിട്ട് ഇറ്റ് ഈസ് റിയലി റിലവന്റ്. അപ്പൊ അങ്ങനെ നന്നായിട്ട് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ സൂര്യയില് ഞാന് വന്നു. ആൺകുട്ടിയായിട്ടാണ് വന്നത്. മാനസപുത്രിയില് 4 സീരിയലോളം ചെയ്തു. 4th സ്റ്റാൻഡേർഡ് ആയപ്പോഴാണ് പഠിത്തമൊക്കെ കുഴപ്പം തുടങ്ങിയപ്പോ നിർത്തിയത്. പിന്നെ +2 കഴിഞ്ഞ് കുറെ സ്ട്രഗിൾ ചെയ്തു. പിന്നെയാണ് ചക്കപ്പഴത്തിലേക്ക് വരുന്നത്. 2 റീല് ഞാൻ കണ്ടു. 2 പേര് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു നല്ല ക്യൂട്ട് ആയിട്ടൊരു വീഡിയോ. എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ പരിപാടികളൊക്കെ. അപ്പൊ ഞാൻ വരുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. പൊതുവെ എന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആക്ടിങ്, ഇങ്ങനെ റീല്, ഡാൻസ്. കുഞ്ഞിലേ തൊട്ട് ഞാൻ 3 വയസ്സിൽ ഡാൻസ് പഠിച്ചു തുടങ്ങിയതാണ്. അപ്പം കുഞ്ഞിലേ തൊട്ട് എല്ലാ കലാപരമായിട്ടുള്ള ആക്ടിവിറ്റിയിലും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ അച്ഛനും അമ്മയും നോക്കാറുണ്ട്. ശ്രുതി, നമ്മള് ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത് മൂവീസ്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സീരിയലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത് നമുക്ക് ക്വീൻ എലിസബത്ത് എന്ന് പറയുന്ന മൂവിയില് നമ്മള് ശ്രുതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മൂവിയിലേക്ക് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു മീര ജാസ്മിന്റെ കൂടെ? ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്കൊരു ഫോൺ കോളിലാണ് വിളിച്ചിട്ട് രഞ്ജിത്ത് സാർ, പ്രൊഡ്യൂസറാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. അപ്പൊ പപ്പേട്ടൻ ഇങ്ങനെ പറഞ്ഞു ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ എന്നിട്ട് പറഞ്ഞു എന്നോട് ഭയങ്കര വലിയ റോളൊന്നും അല്ല, ചെറിയൊരു റോളാണ്. ബട്ട് ഇതിനകത്ത് എല്ലാവർക്കും കുഞ്ഞു റോളേ ഉള്ളൂ. ദർ ഈസ് ലൈക്ക് ഇവർ രണ്ടുപേരാണ് മെയിൻ, ബാക്കി എല്ലാവർക്കും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിന്റെ റോളേ ഉള്ളൂ. ബട്ട് ഇറ്റ് വിൽ ബി ആൻ ഇമ്പോർട്ടന്റ് റോൾ എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയാ, നമ്മൾ ഈ സിനിമയൊക്കെ കണ്ടാണല്ലോ വളർന്നത് മൊത്തം. അപ്പൊ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഭയങ്കര വലിയ ആരാധിക ആയതുകൊണ്ടും അപ്പൊ ഞാൻ പിന്നെ പപ്പേട്ടന്റെ മൂവി, അപ്പൊ അങ്ങനെ എനിക്ക് കുറെ അതിനകത്ത് എന്റെ കുറെ ഫേവറേറ്റ് സോങ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഐ സെഡ് ഇറ്റ്സ് ഫൈൻ, ഓക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ചെയ്തതാണ്. ബട്ട് ഇറ്റ് വാസ് വെരി നൈസ് എക്സ്പീരിയൻസ്. അത് മാത്രമല്ല ദ ക്രൂ വാസ് വെരി ഗുഡ്. പപ്പേട്ടനാണെങ്കിലും ഒക്കെ ആക്ച്വലി ഞങ്ങൾ ഷൂട്ടിനെക്കാട്ടിലും കൂടുതൽ കമ്പനിയായ പ്രൊമോഷൻസിന് പോയപ്പോ ഞങ്ങൾ കുറച്ചുകൂടെ കമ്പനി. കാരണം ഷൂട്ടിന്റെ ടൈമിൽ എല്ലാവരും അപ്പന കാര്യങ്ങൾക്ക് ഭയങ്കര ബിസി ആയിരിക്കും. ഈ പ്രൊമോഷൻ വരുമ്പോ ഇല്ലല്ലോ, ഇന്ത്യക്കാരനെ ചെയ്യേണ്ടത് മൊത്തം നമ്മൾ വെറുതെ ഇരുന്ന് കഥ പറയുകയാണല്ലോ. അപ്പൊ ബാക്കി ടൈമിൽ നമുക്ക് ഒരുമിച്ച് കുറെ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയായിരുന്നു. ബട്ടർഫ്ലൈസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ്. സോ വാട്ട് യു സേ, ഇത് കാണിച്ചപ്പോഴാണ് കൊറിയൻ സിനിമാസിനോട് ഇഷ്ടമുള്ള ആളാണോ? എല്ലാം കാണാറുണ്ട്. ജപ്പാനീസ്, ചൈനീസ്, കൊറിയൻ എല്ലാം കാണാറുണ്ട്. ഐ റിയലി ഞാൻ ഒരെണ്ണം സ്റ്റാർട്ടിങ് സിനിമാസിനെക്കാളും ഇപ്പൊ സീരീസ് ആണ് അഡിക്റ്റ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് അതിന്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയടിക്കുന്നത് കംപ്ലീറ്റ്ലി കണ്ടത്. ബട്ട് എന്റെ സിസ്റ്റർ എന്റെ മൂത്ത ആളുടെ മക്കളുണ്ട്, ഇവരെല്ലാം കൊറിയൻ അഡിക്ട്സ് ആണ്. അവർ കല്യാണം കഴിക്കുന്നതേ കൊറിയനെയാണെന്ന് ഇപ്പോഴേ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. പറയുന്നത് ഞങ്ങൾ സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്ത് വിൽ ഗോ ടു കൊറിയ, അവിടുന്ന് കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ. അവർ പരസ്പരം സംസാരിക്കുന്ന കൊറിയനില്ല, നമുക്കൊന്നും മനസ്സിലാവില്ല. ഞാനിപ്പോ ഇടയ്ക്ക് ഇരുന്നിട്ട് ഇവര് ചിരിക്കുമ്പോ ഞാൻ കൊറിയൻ സിനിമ കണ്ട് സീരീസ് കണ്ട് അവർ പഠിച്ചു.
പഠിച്ചു, ലാംഗ്വേജ് പഠിച്ചു. അവര് സംസാരിക്കുന്നത് കൊറിയനിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ ഒന്നും മനസ്സിലായില്ല. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും അത് അവരുടെ കൂടെ സെൽഫി എടുത്താണ് ഞാൻ ഇതൊക്കെ പഠിച്ചത്. ഇതൊക്കെ അവരാണ് പഠിപ്പിച്ചത്. ഇങ്ങനെയൊക്കെയുണ്ട്. അതെ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ എന്താ പറയാ അതില് എന്താ പറയാ ഈ യൂട്യൂബ് ചാനൽ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ഇത്രയും നാള് കഴിഞ്ഞിട്ട് ഇപ്പൊ വാട്ട് ഇസ് ദ ബെസ്റ്റ് തിങ് യൂട്യൂബ് ചാനൽ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ് തോന്നുന്നത്? ലൈക്ക് വോട്ട് യു റിയലി വാണ്ട് ടു ഇൻപുട്ട് കൊടുക്കാനുള്ളത്, ഇനി ചെയ്യണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് യൂട്യൂബ് ചാനൽ? ഞാൻ ആക്ച്വലി സീരീസ് ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സ്വന്തമായിട്ടുള്ളത്. അതാണ് ബെസ്റ്റ് തിങ് അതില് കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ സമയമില്ല, അത് വേറൊരു ക്രൈറ്റീരിയ. ഇനി പറഞ്ഞ പോലെ നമുക്ക് ഇനിയിപ്പം ഇതിനകത്ത് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇപ്പൊ ചക്കപ്പഴമൊക്കെ നിർത്തോ, അല്ലെങ്കിൽ നമുക്കിപ്പോ ഇത് കണ്ടിന്യൂസ് ഉള്ളൊരു സാധനമല്ലല്ലോ. ഒരു പോയിന്റിൽ നിർത്തി കഴിയുമ്പം നമുക്ക് കുറച്ച് ടൈം കിട്ടുമ്പം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ എഴുതി അത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ചക്കപ്പഴത്തില് ശ്രുതി സത്യത്തിൽ നമുക്ക് അതില് സ്പോട്ട് ഡബിങ് ആണല്ലോ അല്ലെ? സ്പോട്ട് ഡബിങ് ആണ്. സിനിമ ചെയ്യുന്ന സമയത്ത്, സിനിമയിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഡബ് ചെയ്യുമ്പോ എന്തെങ്കിലും എന്താ പറയാ ഡു യു ഫീൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അതോ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ അഭിനയിച്ചപ്പോഴേ ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. പിന്നെ ആ സമയത്ത് തന്നെ ഞാൻ മറ്റേ സദാനന്ദന്റെ സമയം, മധുചന്ദ്രലേഖ, അതിനകത്ത് ദിലീപിന്റെ മോക്കും ഒക്കെ ഗോപികയുടെ അനിയത്തിയില്ലേ കീർത്തനാനി, അവക്ക് ഞാനാണ് ഡബ് ചെയ്തിരുന്നത് ആ ടൈമില്. അപ്പം അപ്പോ സോ ഐ എം യൂസ് ടു ഓൾ ദീസ് തിങ്സ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ. പിന്നെ ഞാൻ പഠിച്ചതും അത് കഴിഞ്ഞ് പ്ലസ് 2 കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ആണ്. അപ്പൊ നമുക്ക് കൂടുതലും ഡബിങ് ഇതെല്ലാം ചെയ്ത് നോക്കണം. ഇതിനൊരു ചെറിയ ഗെയിമും കൂടി ഉണ്ട് എന്റെ കയ്യില്. ഓക്കെ, ഞാൻ തന്നെ സ്വന്തമായിട്ട് വിളിക്കുന്നത് സ്നേഹാസ് ട്രാഫിക് എന്നാണ്. അപ്പോ സ്നേഹാസ് ട്രാഫിക്കിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പൊ സ്നേഹാസ് ട്രാഫിക് എന്ന് പറയുമ്പോൾ വലിയ സംഭവമൊന്നുമില്ല. ഞാൻ കുറച്ച് ഡയലോഗ്സ് പറയും. ഓക്കെ, സിനിമയിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഡയലോഗ്സ് ആയിരിക്കും. അപ്പൊ ശ്രുതി അങ്ങനെ ഒരു ഇൻസിഡന്റിലോട്ട് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ലൈഫിൽ അങ്ങനെ ആ ഒരു ഡയലോഗ് മാതിരി ഉണ്ടായിട്ടുള്ള വല്ല ഇൻസിഡൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യാം. മൈൻഡിൽ പെട്ടെന്ന് വരുന്നത്. ഓക്കെ, അടിച്ചു മോനെ എന്ന് പറയും. അങ്ങനെ ഒരു ഇത് അതിന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതാ ഇപ്പൊ ഇത്രയും നടന്നിട്ടുള്ള വാട്ട് വുഡ് യു സേ? എനിക്ക് തോന്നുന്നു എന്റെ പ്ലസ് 2 റിസൾട്ട് വന്നപ്പോഴായിരിക്കും ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ അടിച്ചു പോരാന്നുള്ളത് ഞാൻ നോക്കുമെന്നും പറഞ്ഞാൽ ഓൾസോ തോമസ് കുട്ടി വിട്ടോടാ എന്ന് പറയുന്ന ഏതെങ്കിലും സിറ്റുവേഷനിൽ പോയി പെട്ടിട്ട് അതെങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഈ സിനിമ പ്രതാന്ത് കാരണം എന്റെ അച്ഛൻ ഉള്ള ഓഡീഷൻസിനെല്ലാം കൊണ്ടുപോകായിരുന്നു. അങ്ങനെ നമുക്ക് പരിചയം ഉണ്ടായിരുന്നവരൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ പരിചയം ഉണ്ടായിരുന്ന ഒരു അങ്കിൾ ഇങ്ങനെ പടം എടുക്കുന്നുണ്ട്, കാസിൻ എന്നാണ് അങ്കിളുടെ പേര്. അപ്പൊ അങ്ങനെ ഒരു തമിഴ്നാട്ടില് എന്താണ് സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നേ പോയി. അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. സേലം പക്കമാണ് അത്. അപ്പൊ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നായകനായിട്ട് അഭിനയിക്കുന്നത് അവിടെ തന്നെ ഉള്ള ഒരുത്തനാണ്. പുള്ളി തന്നെയാണ് പ്രൊഡ്യൂസറും. അങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ പുള്ളിയുടെ അനിയത്തിയായിട്ടായിരുന്നു. എല്ലാം അവിടെ തന്നെ. അത് സന്തോഷപ്പെട്ടിരുന്ന ഒരു സെറ്റപ്പാ തമിഴ്നാട്ടിലെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ പുള്ളിയുടെ അനിയത്തിയായിട്ടാണ് അഭിനയിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്നു. അപ്പം പക്ഷേ ഈ ഡയറക്ടറിന് കുറച്ച് ഇതൊക്കെ ഉള്ളതാണ്. അപ്പൊ നന്നായിട്ട് ആക്കിയാണ്. പക്ഷെ ഈ പുള്ളിയുടെ അഭിനയം ഭയങ്കര കോമഡി ആയിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ചിരിക്കും. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഫണ്ടിന്റെ എന്തോ ഇഷ്യൂ ഒക്കെ വന്നു. അപ്പൊ അങ്ങനെ ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഡയറക്ടർ പറഞ്ഞു ഇനി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നെയും ഡയറക്ടറിനെ എന്റെ ഫാമിലി ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് പൂട്ടി മറ്റേ വടിവാളൊക്കെ ഇട്ടിട്ട് പുറത്തൊക്കെ നിൽക്കുന്ന സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് കണ്ണൊക്കെ വെട്ടിച്ച് എസ്കേപ്പ് ചെയ്ത് മറ്റേ പുറകെ കൂടെ ഒക്കെ ചാടി കാറ് കയറി മറ്റേ ഇപ്പൊ പരിവള എനിക്ക് തന്നതാ. ഞാൻ വേണ്ട എന്റെ അച്ഛനെ വിളിക്കാം, അച്ഛൻ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞു. അങ്ങനെ വന്നപ്പോ തോന്നി തോമസ് കുട്ടി വിട്ടോടാ എന്നുള്ള സെറ്റപ്പ്. ബെസ്റ്റ് മൊമെന്റ് ഈ ഒരു ലൈവ് സെഷനിൽ ചോദിച്ചാൽ ഏതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം? ഇപ്പൊ ലൈവ്, കാരണം നമ്മള് ഇപ്പൊ ലൈവ് തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏകദേശം സമയം കഴിയാറായി. അപ്പൊ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മളുടെ ഈ ഒരു കോൺവെർസേഷനിൽ ശ്രുതിക്ക് തോന്നിയത് എന്തായിരുന്നു? അല്ല, ഞാൻ ബാക്കി ഇന്റർവ്യൂലൊന്നും ചെയ്യാത്ത കാര്യം അതാണ് ചെയ്തത്. അപ്പൊ ഐ തിങ്ക് അതായിരിക്കും. ശ്രുതി ചേച്ചി, വെൻ ഡിഡ് യു തിങ്ക് യു വിൽ സ്റ്റാർട്ട് ആൻ ആക്ടിങ് കരിയർ? പത്തിലെ അച്ഛനാണ് ആദ്യം ചെയ്യിപ്പിച്ചത്. 3 വയസ്സിൽ അച്ഛൻ വീഡിയോഗ്രാഫർ ആയിരുന്നു. നമുക്കിവിടെ ചാനൽ ഉണ്ട്. അപ്പം പണ്ടത്തെ പോലെ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് ഒന്നും ഇല്ല. അപ്പം
അച്ഛൻ ക്യാമറ വെച്ചിട്ട് അത് ഈ അടുത്താ ഞാൻ അറിഞ്ഞത്. 3 വയസ്സിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കും പോലും. ഇന്ന് സംരക്ഷണം ചെയ്യാത്ത സ്ത്രീ നാളെ വൈകുന്നേരം 6 മണിക്കുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. സമയം എന്റെ കൂടെ ലൈക് നമ്മുടെ കൂടെ റേഡിയോ സിറ്റി മലയാളത്തിന്റെ കൂടെ എന്താ പറയാ നല്ലൊരു കോൺവെർസേഷൻ. എനിക്ക് സമയം പോയത് അറിഞ്ഞില്ല ആക്ച്വലി. ഹൗ വാസ് ദി ഇന്റർവ്യൂ ഫോർ യു? ഇറ്റ് വാസ് വെരി ഗുഡ്. ഞാൻ പറഞ്ഞ പോലെ സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ബീൻ 1 hour കാണുന്നത്. 1 hour ആയി. ശ്രുതി, നമ്മുടെ റേഡിയോ സിറ്റി മലയാളം, റേഡിയോ സിറ്റി എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ മലയാളത്തിന്റെ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ പുതിയതായിട്ട്, ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജസിലും ഉണ്ടെങ്കിൽ പോലും മലയാളം പ്ലാറ്റ്ഫോമിലോട്ട് പുതിയതായിട്ട് വന്നിരിക്കുകയാണ്. വി ഹാവ് ജസ്റ്റ് ലോഞ്ച്. സോ ജസ്റ്റ് ഒരു ചെറിയൊരു വിഷസ് നമുക്ക് അനുഗ്രഹിച്ചിരിക്കണതാണ് മക്കളെ. ആൻഡ് ജോക്സ് അപ്പാർട്ട്, റേഡിയോ സിറ്റി മലയാളത്തിന് എല്ലാവിധ ആശംസകളും. നന്നായിട്ട് വരട്ടെ. ഇറ്റ് ഷുഡ് ബി എ ഗുഡ് ജേർണി. അപ്പം നല്ല കിടിലൻ ഫൺ ഫീലിംഗ് ജേർണി ആവട്ടെ. അതിന്റെ കൂട്ടത്തിൽ തന്നെ അവിടുത്തെ കൊറിയൻ ചേട്ടന് എന്റെ ഹാർട്ട് കൊടുത്തരും. ബൈ. കൂടുതൽ പുതുമയുള്ള വീഡിയോകൾക്കായി റേഡിയോ സിറ്റി മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.